Hello friends, advance happy Deepavali wishes from Diwali Blogs. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മധുര പലഹാരമാണ്. ഹോർലിക്സ് ബേസൻ ബർഫിയാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ കാണാം. അപ്പം ആദ്യം നമുക്ക് ഇതുണ്ടാക്കാൻ വേണ്ടി ബേസൻ ഒന്ന് വറുത്തെടുക്കണം. ഞാൻ ബേസൻ എടുത്തിരിക്കുന്നത് 3/4 കപ്പാണ്. അതിനോടൊപ്പം തന്നെ ഹോർലിക്സ് 1/4 കപ്പ് എടുക്കും, അതാണ് കണക്ക്. അപ്പോൾ ആദ്യം നമുക്ക് ബേസനെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ബേസൻ റോസ്റ്റ് ചെയ്യുന്നത് 2 മിനിറ്റാണ്. ഒരു അരോമ സ്മെല്ലൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഉറപ്പിക്കാം ആയിട്ടുണ്ടെന്ന്. അപ്പോൾ കരിയാതെ ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിലിട്ട് വേണം വറുത്തെടുക്കാൻ. അപ്പോൾ ഞാൻ ബേസൻ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ അരിച്ചെടുക്കാം. കട്ടയൊന്നും കെട്ടാതെ നന്നായിട്ട് അരിച്ചെടുക്കണം. ലാസ്റ്റ് ഇങ്ങനെ നമുക്കിങ്ങനെ കട്ട കെട്ടി വരും, അതിനെ ഒന്ന് ഉടച്ചു കൊടുത്താൽ അതും ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോർലിക്സ് 1/4 കപ്പാണ് ഹോർലിക്സ് എടുക്കുന്നത്, അതും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം. ഈ ബേസൻ ഹോർലിക്സ് അതിൻ്റെ ബർഫി കുറച്ച് സോഫ്റ്റ് ആയിരിക്കില്ല, കുറച്ചൊരു കട്ടിയായിരിക്കും, എങ്കിലും നല്ല ടേസ്റ്റി ആയിരിക്കും. ഇതിനോടൊപ്പം ഇനി 1/2 കപ്പ് ഗീയും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇനിയും നന്നായിട്ട് വിസ്ക് ചെയ്ത് കൊടുക്കുക. കട്ടയൊന്നും കെട്ടാതെ നന്നായിട്ട് വിസ്ക് ചെയ്തെടുക്കണം. അപ്പോൾ കണ്ടോ, ഈ പരുവത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി അടുത്തത് നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. ഷുഗർ സിറപ്പ് തയ്യാറാക്കാൻ ഞാൻ എടുത്തത് 1 കപ്പ് പഞ്ചസാരയെ പിന്നെ 1/4 കപ്പ് വെള്ളവുമാണ്. പഞ്ചസാര നന്നായിട്ട് വേണ്ടവർക്ക് കുറച്ചുകൂടെ 1.5 കപ്പൊക്കെ എടുക്കാം. ഞാനിവിടെ 1 കപ്പേ ഉപയോഗിച്ചുള്ളൂ, കാരണം ഹോർലിക്സും കൂടെ ഒക്കെ വരുമ്പോൾ നല്ല മധുരം വരും. പിന്നെ നെയ്യും നമ്മൾ ഒഴിച്ച് വഴറ്റും, അതുകൊണ്ട് 1 കപ്പ് എടുത്താൽ മതി, ധാരാളമാണ്. അപ്പോൾ നമുക്ക് പഞ്ചസാര പാനി തയ്യാറാക്കാം. ഇനി ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് 1 സ്പ്രിങ് കൺസിസ്റ്റൻസിയാണ്. അതാകുമ്പോഴത്തേക്കും നമുക്ക് ആ ഷുഗർ സിറപ്പ് ക്യാരമലൈസ് ആവാതെ ശ്രദ്ധിക്കണം. ഇതാണ് ആ പരുവം. അപ്പോൾ ഷുഗർ സിറപ്പ് തയ്യാറായിട്ടുണ്ട്. 1 സ്പ്രിങ് കൺസിസ്റ്റൻസി വരുമ്പോഴത്തേക്കും നമുക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച ഹോർലിക്സ് ബേസൻ ആ മിക്സ്ചർ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. അവ നല്ല സ്റ്റൈലിഷ് ആയിട്ടാണ് അത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അത് നന്നായിട്ട് ഇളക്കുക. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓരോരോ ബാച്ചായിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് ഇളക്കണം. നമുക്കൊരു കൈക്കൊരു എക്സസൈസൊക്കെ വരും, അപ്പോൾ അതിന് വേണ്ടി നന്നായിട്ട് ഇളക്കുക. ഇളക്കി കൊടുത്ത് ആ ഗീ പാനിൽ നിന്ന് വിട്ട് വരുന്നതും വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഓരോരോ ബാച്ചായിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. വീണ്ടും 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യും ഹോർലിക്സും പഞ്ചസാരയൊക്കെ വരുമ്പോൾ നല്ല സ്വീറ്റായിട്ടുള്ളൊരു പലഹാരമായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടും, കുട്ടികളൊക്കെ നന്നായിട്ട് കഴിക്കും. അപ്പോൾ ഈ ദീപാവലിക്കൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഒരുപാട് പേരും ചാനലിൽ അനലിറ്റിക്സിലൊക്കെ നോക്കിയപ്പോൾ ഒരുപാട് പേരും സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ വാച്ച് ചെയ്യുവാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എല്ലാ വീഡിയോസും വാച്ച് ചെയ്യണം.
കമൻറ്റും അറിയിക്കണം. എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ അതും പറയാം. അപ്പോൾ ഞാനിവിടെ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാനൊരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല പരുവായി. ഇപ്പോൾ ആ ഗീയൊക്കെ വിട്ട് വരുന്ന ഒരു പരുവം കണ്ടോ? ഇതാണ് ആ പരുവം. ഇപ്പോൾ ഏതാണ്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിന് മുന്നേ തന്നെ നമുക്ക് സെറ്റായി വെക്കണം. പാർച്ച്മെൻറ്റ് പേപ്പറൊക്കെ റെഡിയാക്കി അതിൽ ഗീ തടവി വെക്കണം. ഇനി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്താ രസം! ഞാനിന്ന് ടാപ്പ് ചെയ്ത് വെക്കുകയാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതിനെ ടാപ്പ് ചെയ്ത് കട്ട് ചെയ്ത് അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിത് കട്ട് ചെയ്ത് സെറ്റാക്കി കാണിക്കാം. കണ്ടോ, നമ്മുടെ ഹോർലിക്സ് ബേസൻ ബർഫി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ ഇതൊന്ന് ട്രൈ ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം വൺസ് അഗെയിൻ ഹാപ്പി ദീപാവലി.